എങ്കിൽ ഈ കാൽപാട് കണ്ടിട്ട് മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട്, ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടിട്ട് ഒട്ടകം നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണ ഞങ്ങൾക്ക് ഈ ആകാശം, ഈ ഭൂമി, ഈ സമുദ്രം, ഈ മലകളും കുന്നുകളും പുല്ലുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഇങ്ങനെ എത്ര കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്? 24 മണിക്കൂർ കൊണ്ട് ഒരു കറക്കം തീർക്കുന്നു. അതോടുകൂടെ തന്നെ വേറെ കറക്കം കൂടും. അതൊന്നൊന്ന് ചുരുങ്ങുകയാണെങ്കിൽ വളരെ അപകടം, ഒന്ന് സ്പീഡ് കൂടുകയാണെങ്കിൽ അതിലേറെ അപകടം. ചുരുങ്ങാനും പറ്റൂല, കൂടാനും പറ്റൂല. ഇപ്പോഴുള്ള ഈ ഭൂമിയുടെ കറക്കത്തിന്റെ സ്പീഡ് ഒന്ന് കൂടിയാൽ, ഞാൻ ഈ സ്പീഡ് ഞങ്ങൾ അറബിയിൽ പിന്നെ അവർക്ക് മുസ്തഫ ഒരു ഹംസ കൊടുക്കുക, ഈ സ്കൂൾ എന്നറിയല്ലോ. അപ്പൊ സ്കൂൾ കൊണ്ട് തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോ ഹംസ കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പറയണത്. ഏതായാലും ആവട്ടെ, ഈ ഭൂമിയുടെ സ്പീഡ് പിന്നെ ഒന്ന് കൂടിപ്പോയാൽ എന്താ താറാറ്, സ്പീഡ് ഒന്ന് കുറഞ്ഞു പോയാൽ എന്താ? ഉള്ളൊരു കറക്കണ്ടല്ലോ, ഈ കറക്കം ഒന്ന് സ്പീഡ് കൂടി നിൽക്കാം. സ്പീഡ് കൂടിയാൽ പെട്ടെന്ന് പിന്നെ മഞ്ഞ് ഇവിടുന്ന് പോകാൻ നേരം കിട്ടില്ല. സ്പീഡ് പിന്തിയാലോ, പിന്നെ കുറച്ച് സ്പീഡ് പതുക്കിയായി പോയാല് പിന്നെ ചൂടോട് വിടക്കാൻ കഴിയൂല. പള്ളിന്റെ ഒരു ഇറക്കി പകല് വന്നാല് എവിടെ എത്താൻ കഴിയൂടെ? ഇപ്പോഴുള്ള രാത്രിയുടെ ചുരുക്കാണെങ്കിൽ മഞ്ഞും തണുപ്പും ഇവിടെ എവിടെ ഇങ്ങനെ സഹിക്കാൻ കഴിയും? അതാ ഞാൻ പറഞ്ഞു, പാൽ അവിടെ തന്നെ കൊടുത്ത ഇവിടെ കൊടുക്കാതെ അവിടെ തന്നെ അടിയിലാക്കിയത്, അവിടെ തന്നെ ലൈറ്റ് വെച്ചത്, ഇതിനൊക്കെ കുറച്ചേ കാര്യം ഉണ്ടാകുമല്ലോ. എവിടെ ചിന്തിച്ചാലും ഉണ്ടാവും. അത് നമ്മള് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഓരോരുത്തർക്കും ഇങ്ങനെ പല സംശയമുണ്ട്. ഒരാളിങ്ങനെ ഒരു ആലിന്റെ താഴെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആളുടെ മേലെ നോക്കി, ഇത് അള്ള ചെയ്ത് ശരിയായില്ല, ഇത്ര വലിയ മരത്തിന് ചെറിയ കായ്, നേരെ മറിച്ച് മത്തൻ ചെറിയ വള്ളി, അതിൽ ഇത്ര വലിയ കായ്, ചെറിയ വള്ളിക്ക് വലിയ കായ്, വലിയ മരത്തിന് ചെറിയ കായ്, ഇത് ഒരിക്കലും ശരിയായില്ല എന്ന് ഓനിങ്ങനെ അങ്ങനെ നമുക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ. ഓരോ ചെറുപ്പത്തിൽ ഓരോ ചിന്തയുള്ളൂ. എനിക്ക് ചെറുപ്പത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നു, ഈ ഡ്രൈവർമാർ ഒരു ഭാഗത്തേക്ക് വന്ന് നടുക്കായിരിക്കേണ്ടത് ശരിയല്ല, അത് ഗവൺമെന്റ് നയം ശരിയല്ല, എങ്ങനെ നടുക്കായിരിക്കേണ്ടതെന്ന് എനിക്ക് എപ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു. അതുപോലെ അതിരാവിലെ നേരെ പുലർന്ന അപ്പം സമയം മാറും. ഇതെന്ത് ശരിയാ? ഇത് ഒരിക്കലും ശരിയല്ല, സമയം ഒന്ന് നാക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് കുറച്ചു നേരം ഇപ്പമായിട്ടുണ്ട്. നേരെ നേർക്കുമ്പോഴേക്ക് സമയം 6 എന്ന് പറഞ്ഞാലോ 1 എന്ന് പറയണം, എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് പോണം എന്നുള്ള. പക്ഷെ അതൊക്കെ വിഡിത്താണ്, മുഴുവൻ തിരിയാത്തപ്പോ. അങ്ങനെ ഈ ആൾ അങ്ങനെ ചിന്തിച്ചു. ഈ വലിയ ആളിന് ചെറിയ കായ്, മത്തത്തിന് പിന്നെ ഏതാണ് വലിയ കായ്, ഇത് ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോ തന്നെ അവന്റെ തലയ്ക്ക് ഒരു ആലമിന്റെ കായും ചാടി. അപ്പൊ തന്നെ അവനെ മനസ്സിലായി, അത് വലിയ കായ് മുകളിലായ അഥവാ തലയ്ക്ക് ചാടിയ അപകടമാണ്, തലയ്ക്ക് ചാടാത്ത അവൻ അപ്പൊ തന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്നും അങ്ങനെയാണ്. എന്നാ പഴയ മാതിരത്തിൽ ഇത് ഏതാണ് മുമ്പൊരിക്കെ പിന്നെ ഒരു വലിജ്, ഒരു നാട്ടിൽ അറിയപ്പെട്ടൊരു വലിജുണ്ട്, ഔലിയ. അവിടുത്തെ സ്ത്രീകളെല്ലാം കൂടി ഈ വലിജിന്റെ അടുത്ത് ചെന്ന്, പലപ്പോഴും ചിലരുണ്ട് അവർക്ക് കൂട്ടായി സംഘടിച്ച് ചെന്ന് വലിജിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കേസ് പറയാനുണ്ട്. എന്താ കേസ്? ഒരു കുട്ടി ഉണ്ടാകാനുള്ള കാരണം ആണും പെണ്ണും ഒപ്പം ശ്രമിച്ച്, പിന്നെ ഈ കുട്ടി ഉണ്ടാകാനുള്ള പ്രയാസങ്ങൾ മുഴുവനും പെണ്ണുങ്ങൾ സഹിക്കണം, ആണുങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല. പിന്നെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പാന്റെ കുട്ടിയാണ്, കാരണം ബീജം ആണിന്റെ ബീജാണല്ലോ, പിന്നെ വാപ്പാന്റെ കുട്ടിയാണ്. അധ്വാനം മുഴുവനും ഞങ്ങൾ സഹിക്കാം, കുട്ടി വാപ്പാൻ്റെതും. അറബി സമ്പ്രദായം അങ്ങനെ തന്നെയാണ്. അറബി സമ്പ്രദായത്തിൽ വാപ്പ CH ആണെങ്കിൽ മകൻ മുനീറ, അല്ല മകൻ ശംഖ്യാക എന്നുള്ള അങ്ങനെ സമ്പ്രദായമല്ല. ബനൂന ബനു അബുനായിര ഓ ബനാത്തുന ബനുന്ന അബുന റിജാഇല്ല ബാദി. കാരണം ബീജം പുരുഷൻ്റെതാണല്ലോ. അപ്പൊ വാപ്പാനെ കൊള്ളയെ മകനെ ചേർക്കണ്ടേ? വാപ്പ CH ആകുമ്പോ മകൻ എംഖ്യാണ് പരിപാടി ഇസ്ലാമിലില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും. ചുരുക്കത്തിൽ കുറെ സ്ത്രീകൾ ചെന്നിട്ട് ഈ വലിജിനോട് കേസ് പറഞ്ഞു. അല്ലാഹു തആലാന്റെ ഈ തീരുമാനം ഒരിക്കലും നീതിയല്ല. പ്രസവ വേദന, ഗർഭമുണ്ടായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഭക്ഷണം പറ്റൂല, പിന്നെ ഛർദിക്ക് മരുന്നില്ല, അങ്ങനെ പിന്നെ അങ്ങനെ കിടക്കാൻ പാടില്ല, ഇങ്ങനെ കിടക്കാനും പാടില്ല, ഒരുപാട് നിർദ്ദേശങ്ങൾ. നമ്മൾ സ്വത്തവകാശം സമാക്കണം എന്ന് പറഞ്ഞ മാതിരി സമാക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പം അയാൾ പറഞ്ഞ്
ആയിക്കോട്ടെ, ഞാൻ പടച്ചവനോട് ദ്വാരക്കാം. കഥയാണ്, കഥയിൽ ചോദ്യമല്ല, കഥയിൽ നമ്മളതിലുള്ള പോയിന്റാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയാൾ പടച്ചവനോട് ദ്വാരുന്നു, പടച്ചവനെ ഈ സ്ത്രീകളെല്ലാം പാടെ എങ്ങനെ എന്നോട് വന്ന് പറയുന്നു, അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്ന് ഇയാൾ ദ്വാരുന്നപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ പ്രസവിക്കുകയാണെങ്കിൽ അതിൻ്റെ വേദന ആണും പെണ്ണിനും ഉണ്ടാവും. അങ്ങനെയായി. പിന്നെ അങ്ങനെ ഒരു പ്രസവം വരികയാണെങ്കിൽ ഒരു റൂമിൽ, കഥയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതാണ്, കഥയിൽ ചോദ്യമല്ല. ഒരു റൂമിൽ ആണ് കിടക്കും, മറ്റു റൂമിൽ പെണ്ണും കിടക്കും. 2 റൂം ശരിയാക്കണം, 2 പായി. അങ്ങനെ 2 ആൾ കൂടി ഇങ്ങോട്ട് മുക്കിയിട്ടാണ് കുട്ടിയും പുറത്ത് വരല്. പകുതി വേദനയായി സ്ത്രീകൾക്ക്, പകുതി വേദന സ്ത്രീക്കും, പകുതി വേദന പുരുഷനും. അങ്ങനെയായി കുറച്ചു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രസവം നടന്നപ്പോൾ, പ്രസവം വന്നപ്പോൾ ഇവരിങ്ങനെ മുക്കുന്നുണ്ട്. സ്ത്രീ ഇങ്ങനെ മുക്കുന്നുണ്ട്. ആണിങ്ങനെ പായി കടന്നെങ്കിലും ഓന് തീരെ വേദന വരുന്നില്ല. ഓന് കുറെ ഇപ്പം വരും വിചാരിച്ചവനെ കാത്തിരിക്കാനല്ല, ഓനെ വേദന വരുന്നില്ല. അപ്പോൾ ഈ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്ക് വരാൻ ഞാൻ ഒരു പൊറുതിയാണല്ലോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കാറി കുറച്ച് തുപ്പാൻ വേണ്ടി പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു സംഭവം, പുല്ലുട്ടിയിലുണ്ട് നമ്മളെ ഹാദിമ്, പുല്ലരിന ആളുണ്ട്, വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നുണ്ട്. ഇതാള് പറയിക്കുന്നു, ഈ പുല്ലരിയുന്ന ആൾക്ക് അസഹ്യമായ വേദന. അപ്പൊക്കൊന്ന് കള്ളിരിഞ്ഞ ഇവൻ ആട്ടെ ഇതാണ് കഴിച്ചട്ടെന്ന് വിചാരിച്ച് ഒഴിവാക്കിയോളാം, വഴിവയ്ക്കും. ഇങ്ങനെ ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, 10 സ്ഥലത്തല്ല, പെണ്ണുങ്ങളെല്ലാം പാടെ ഒരുപാട് ഒഴിവാക്കൽ നടന്നപ്പോൾ ഈ പെണ്ണുങ്ങൾ രണ്ടാമത് ഈ വലിയത്തിന് തന്നെ പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ഭർത്താക്കന്മാർക്ക് കൊടുക്കണം വേദന എന്ന് ഞങ്ങൾ പറഞ്ഞേ. അപ്പോൾ വലിയ പറഞ്ഞു അത് ശരിയാവില്ല, ഇത് പറ്റിച്ചാണ് വേറെ ഓൻ സുഖിച്ചു, ഓനൊരു വേദനയില്ല, ഒന്നും അറിയാത്ത ഇവനങ്ങൾ പറ്റുന്നു ചെയ്തു, പിന്നെ അവന് വേദനയും കൊടുക്കണമെന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് വലിയ. അപ്പോൾ പിന്നെ സ്ത്രീകളെല്ലാം പാടെ കൂടി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴുള്ള വേദന ഉണ്ട്, ഡബിൾ വേദന ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വന്തം സഹിച്ചോളാം, ആണുങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പഴയ മാതിരി തന്നെ ആകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദ്വാരന്ന് പഴയ മാതിരി തന്നെ വീണ്ടും ആയതാണ് എന്നൊരു കഥ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പോഴുള്ള ഈ ലെവലിൽ ഒന്ന് തെറ്റിച്ചാലും ശരിയാവില്ല. അത് അതിൻ്റെതായ ലെവലിൽ പോകണം. ശാസ്ത്ര രംഗത്തും എവിടെ നോക്കുകയാണെങ്കിലും. അതാണ് ഞാൻ ഈ ജിദ്ദ ഉദാഹരണം പറഞ്ഞത്. അവിടെ തന്നെ വാലം കൊടുക്കേണ്ടത്, ഇവിടെ അല്ല. ഇവിടെ തന്നെ റോഡ് വേണ്ടത്, ഇങ്ങനെ തന്നെ വേണ്ടത്. അവിടെ തന്നെയാണ് ചൂണ്ടുകൊടി ഇഷാറത്ത് കൊടുക്കേണ്ടത്. അതൊന്നും മാറ്റാൻ പറ്റൂല. എന്നിട്ട് ഇതൊക്കെ അവിചാരിതം ബൈ ചാൻസ് അങ്ങുണ്ട. പിന്നെ ഇതേമാതിരി തന്നെ ഇതേ ക്ലാസ് നിങ്ങളോട് കോപ്പി അടിച്ചാൽ മതി. ഇതെന്താ ചോക്ക്, ഇതെന്താ മേശ, ഇതെന്താ ബോർഡ്, ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതുണ്ട്. നമ്മുടെ സേറിൻ്റെ യുക്തി ബുദ്ധി നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ കുട്ടികളെല്ലാം പാടില്ല എന്ന് പറയാം. എന്നാ സേറിന് ബുദ്ധിയില്ല യുക്തിയില്ല എന്ന് പറഞ്ഞേക്കാണ്ട് എല്ലാവരും കൂടി കൂക്കണം എന്ന്. കാണാത്തൊക്കെ എല്ലാത്തതാണെങ്കിൽ സേറിൻ്റെ യുക്തി കാണില്ലല്ലോ. ദൈവത്തെ കാണുന്നില്ല, അതുകൊണ്ട് ദൈവമല്ല എന്നാണ് അയാൾ സേറ് പറഞ്ഞെങ്കിൽ സേറിൻ്റെ യുക്തി കാണുന്നില്ല, ബുദ്ധി കാണുന്നില്ല. അപ്പൊ യുക്തിക്ക് വാദം പിടിച്ച സേറാണത്. യുക്തി ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ നോക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞാൽ പിന്നെ കുട്ടികൾ അതിന് സെഡായി. പിന്നെ ആ പരിപാടി ആ മാസ്റ്റർ ഒഴിവാക്കി. പിന്നെ ആ ക്ലാസ് പിന്നെ മൂപ്പർ എടുക്കില്ല. പിന്നെ സ്കൂളത്തെ ക്ലാസ് മൂപ്പർ എടുക്കുള്ളൂ. മൂപ്പർ ഒഴിവാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ, ലോകത്ത് ആദ്യം മുതൽ ഇന്നേ വരെ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ഒരു പാർട്ടി വളരെ തുച്ഛമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോ ഈ പറഞ്ഞ മാതിരിയുള്ള ആൾ അവിടെ തിരിഞ്ഞു നോക്കാനില്ല. അതുകൊണ്ട് 1,24,000 അമ്പിയാക്കൾ വന്നതിൽ പിന്നെ ഒരു പ്രവാചകനെങ്കിലും അല്ലാഹു മൗജൂദുണ്ട്, ഈ പ്രപഞ്ചത്തിൽ ദൈവമുണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നിട്ടില്ല. മറിച്ച് ദൈവങ്ങൾ പലതുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാനും മറ്റ് അള്ളാഹുവിൻ്റെ മറ്റ് നിയമങ്ങൾ പഠിപ്പിക്കാനും വേണ്ടിയാണ് വന്നത്. ഇനിയും ഒന്നുകൂടി ഗഹനമായി ചിന്തിച്ചാൽ മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ പറയാം. കൂടുതൽ വിശദമായിട്ട് ഈ മതങ്ങളും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ തെളിവുകളൊക്കെ പറഞ്ഞ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസം ഒന്നും പറഞ്ഞാൽ മതിയാവില്ല. ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് ഒന്നും കൂടി വ്യക്തമാക്കാം. ഇതൊക്കെ
വക്കീൽ സാറിൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഒരു പുറത്തൊരാൾ ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാം മാത്രമേ സ്വീകരിക്കാവൂ, മറ്റുള്ളത് സ്വീകരിച്ചുകൂടാ, എന്തുകൊണ്ടാണ് എല്ലാം അമ്പിയാക്കൾ കൊണ്ട് വന്ന മതമല്ലേ, ഒന്ന് ചക്കരയും ഒന്ന് കൊപ്പരയും അള്ളാഹു തആലാക്ക് എല്ലാ മതം അള്ള കൊടുത്ത സമാധാനം, എന്നിട്ട് പിന്നെ ഒരു മതം അള്ള സ്വീകരിക്കുന്നു മറ്റു മതം അള്ള സ്വീകരിക്കൂലാന്നും, ഇതെന്താണ് ഒന്ന് ചക്കര ഒന്ന് കൊപ്പര എന്ന്. അതുപോലെ തന്നെ BJPക്ക് വേറൊരു വാദമുണ്ട്, ലോകത്തെ ആദ്യത്തെ മതം ഞങ്ങളതാണ്, അതുകൊണ്ട് പിന്നെ ഞങ്ങളെ മതമാണ് സ്വീകരിക്കേണ്ടത്, മറ്റൊക്കെ പിന്നെ വന്നതല്ലേ, അപ്പോൾ ആദ്യത്തെ മതം ഞങ്ങളത് എന്നാലൊക്കെ ഞങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് RSSകാർ BJPക്കാർ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതിന് മുഴുവനും ഫൈസൽ ഉസ്താദിന് മറുപടി പറഞ്ഞു. ആദ്യത്തെ മതം തുണിയെടുക്കാതിരിക്കലാണ്, വലുതായിട്ട് തുണിയെടുക്കാൻ ഞാൻ പറ്റുമെന്ന് ഫൈസൽ ഉസ്താദ് ചോദിച്ചു. ആളുകൾ ബോധം കൊടുക്കില്ല ഇപ്പോഴത്തെ കാലത്ത്, ഈ ആളുകളൊക്കെ തുണിയെടുക്കാൻ നടക്കുകയാണെങ്കിൽ ആദ്യത്തെ മതം ഒഴിവാക്കലാണ് എന്ന് പറഞ്ഞ് ആ ആദ്യത്തെ നടത്തിയാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ.